ധനുഷിൻ്റെ 50ാമത്തെ സിനിമ, ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 2ാമത്തെ സിനിമ, ധനുഷ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സിനിമ, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് റായൻ എന്ന് പറയുന്നത്. ഒരു വയലൻസ് ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ഈ ഒരു സിനിമയിൽ ഒരുപാട് താരനിരകൾ വരുന്നുണ്ട്. കാളിദാസ് ജയറാം, സന്ദീപ് കൃഷ്ണൻ, അപർണ ബാലമുരളി, തുഷാര വിജയൻ, വരലക്ഷ്മി ശരത് കുമാർ, പ്രകാശ് രാജ്, എസ് ജെ സൂര്യ, ദിവ്യ പിള്ളൈ, വൻപൻ താരനിരകൾ. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സിനിമ ഒരു ആവറേജ് മാത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ധനുഷിൻ്റെ ഡയറക്ഷൻ മികവ് അല്ലെങ്കിൽ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് അത്ര അധികം ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു ഇൻ്റർവൽ പഞ്ച് ഉണ്ട്. അത് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ആക്ഷൻ സീക്വൻസ്, സിനിമോഗ്രാഫി, എഡിറ്റിംഗ് അതൊരു ഭയങ്കര രസമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം നമുക്കിങ്ങനെ ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് മൂവി മാത്രമായിട്ടാണ് റായൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.